ഇന്നത്തെ എൻ്റെ വീഡിയോ റെസിപ്പി പറഞ്ഞുള്ള റെസിപ്പിയാണ്. അതായത് അതെല്ലാം എടുത്തു കാണിക്കുന്ന പോലെയല്ല. അത് ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരുപോലെ തന്നെയല്ലേ. അപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് നമുക്ക് കാണിക്കാം. പക്ഷേ ഇതെനിക്ക് എൻ്റെ നെയ്ബർ എനിക്ക് തന്നാണ് ഇതെല്ലാം ബജിയ. ഇത് ബജിയയുടെ 1 2 3 4 ബജിയ. ഇത് പൊട്ടറ്റോ ബജിയ, ഇത് മേത്തി ബജിയ, ഇത് നമ്മുടെ ധനിയ ബജിയ, ഇത് മിർച്ചിയുടെ ബജിയ. അപ്പോൾ ഇത് 3 ബജിയാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റെസിപ്പി ഒന്ന് തന്നെയാണ്. കാരണം ഇതിനകത്ത് കടലപ്പൊടി, കുറച്ച് സോഡാപ്പൊടി, പിന്നെ വെള്ളം ഒഴിച്ച് കുഴച്ച് വയ്ക്കുക. കുറച്ച് മുളക് പൊടിയും ശകലം ഹീങ്ങും കൂടെ. അപ്പോൾ ഇതിലത് വരെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇതിനകത്ത് മല്ലിയില അരിഞ്ഞ് ചേർക്കും. മല്ലിയില അരിഞ്ഞ് ചേർത്ത് കുഴച്ച് ഇങ്ങനെ ഉണ്ടാക്കും. ഇതിനകത്ത് നമ്മുടെ മേത്തി, അതായത് ഉലുവ ഇല അരിഞ്ഞുണ്ടാക്കിയത്. ഇത് നമ്മുടെ മുളക്, മുളക് ഇതിനകത്ത് പകുതിയേ ഉള്ളൂ. ഒരു മുളകിന് പകുതിയാക്കി അങ്ങനെ ആക്കി. അപ്പം ഇത് രണ്ടും മുക്കി പൊരിക്കുന്നതാണ്. അപ്പം ഇത് കുഴച്ചിട്ട് ഇങ്ങനെ ഇതിനകത്ത് കായം ചേർക്കും. ഇതിനകത്ത് കായം ചേർക്കില്ല. ഇതിനകത്ത് കായവും ജീരകവും അയമോദകവും ചേർക്കും ഇവർ. അപ്പോൾ എൻ്റെ നെയ്ബർ തന്നാണ് ഇതെനിക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ അവർ കഴിക്കുന്നത് സോസാണ്. അവർ തനിയെ ഉണ്ടാക്കുന്നതാണ്. ടൊമാറ്റോ കെച്ചപ്പിനകത്തേക്ക് കുറച്ച് നമ്മുടെ ശേഷ്വാൻ ചട്നിയും കൂടി ചേർത്ത് കുഴച്ചിട്ട് പുളിയും കുറച്ച് മധുരവും ഇട്ടിട്ട്. ശേഷ്വാൻ ചട്നി ഇല്ല, നോക്കട്ടെ കേട്ടോ. ഇല്ല ഇതിനകത്ത് അതില്ല. പുളിയും പിന്നെ അയമോദകം തിളപ്പിച്ച വെള്ളത്തിലേക്ക് പുളി പിഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് ശകലം മുളക് പൊടി ഇടും. എന്നിട്ട് അത് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഈ സോസ്. ഇത് കൂട്ടിയാണ് അവർ കഴിക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ബജിയ? അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. എനിക്കറിയാം, ഇവർ ഗുജറാത്തികളാണ്. അപ്പോൾ ഇവരുണ്ടാക്കി തന്ന് ഇവരെപ്പോഴും ഉണ്ടാക്കുമ്പം നല്ല ടേസ്റ്റാണ് ഇതിന് എല്ലാത്തിനും. അപ്പോൾ കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻ്റ് ഇടുക. ഉണ്ടാക്കി നോക്കണേ, നല്ലതാണ്. ഈ മഴയൊക്കെ ഉള്ളപ്പം ബജിയ ഉണ്ടാക്കി കഴിക്കാൻ നല്ലതല്ലേ. മുളക് ബജിയയും അതൊക്കെ, അത് ചൂടോടെ. ഇത് കൊണ്ട് തന്നിട്ട് കുറേ നേരമായി. അപ്പം ഞാൻ നാമം ജയിക്കുന്നതുകൊണ്ട് ഞാനത് കഴിച്ചില്ല. അപ്പോൾ ഇനിയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻ്റ് ഇടണം, ലൈക്കും ചെയ്യണം. അൺലൈക്ക് ചെയ്യല്ലേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഒരടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും.